വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനയം ലക്ഷ്യമിട്ട ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതോടെ പ്രതിപക്ഷത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധ പ്രചാരണത്തിലേക്കാണ് എൻഡിഎ കടക്കുന്നത്. രാജ്യത്തെ വനിതകളെ ഒന്നാകെ അപമാനിക്കുന്നതാണ് പ്രതിപക്ഷ നിലപാടെന്ന വിമർശനമുയർത്തി മൂർച്ചയുള്ള ആയുധമാക്കി വിഷയത്തെ ഭരണകക്ഷി മാറ്റിക്കഴിഞ്ഞു. അതേസമയം വനിതാ സംവരണത്തെ അല്ല, മണ്ഡല പുനർനിർണയത്തിലൂടെ 2029 ഭരണം നിലനിർത്താനുള്ള BJPയുടെ രാഷ്ട്രീയ ഗൂഢനീക്കത്തെയാണ് ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തിയതെന്ന ന്യായമാണ് ഇന്ത്യ കൂട്ടായ്മയ്ക്കുള്ളത്. 2014 ശേഷം ഭരണഘടനാ ഭേദഗതി ശ്രമത്തിന് മോഡി സർക്കാരിനെത്തിയ ആദ്യ തിരിച്ചടി എന്നതും ലോക്സഭയിൽ ഐക്യത്തിന്റെ കരുത്ത് വിജയിപ്പിച്ച പ്രതിപക്ഷ സഖ്യത്തിന്റെ പുതിയ അനുഭവം എന്നതും ഈ സംഭവങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തിയാണ്. വനിതാ സംവരണത്തിൽ തീ പിടിച്ചിരിക്കുന്ന പുതിയ വിവാദത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. समझ नहीं पा रहे हैं कि आज भारत बदल गया है. भारत की जनता देख रही है, समझ रही है. എൻകൗണ്ടറിൽ നമ്മുടെ അതിഥികൾ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാരി, BJPയിലെ ശ്രീ റെജി ലൂക്കോസ്, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, CPIഎമ്മിൽ നിന്ന് ഡോക്ടർ VPP മുസ്തഫ എന്നിവരാണ്. മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ PDT ആചാരിയിൽ നിന്ന് ചില കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരുത്താം. ശ്രീ PDT ആചാരി സാർ, 2023 വനിതാ സംവരണ നിയമം ഏപ്രിൽ 16 മുതൽ പ്രാബല്യത്തിൽ ആക്കിക്കൊണ്ട് സർക്കാർ ഈ വ്യാഴാഴ്ച കഴിഞ്ഞ ദിവസം വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. ഇതോടുകൂടി വനിതാ സംവരണം എന്നത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമായി സർക്കാരിന് മുന്നിൽ മാറിക്കഴിഞ്ഞിരിക്കുകയല്ലേ? 2029 വരുന്ന സർക്കാർ, അത് ഏത് സർക്കാരായാലും, അത് ആര് ഭരിക്കാൻ വന്നാലും വനിതാ സംവരണം നടപ്പാക്കണം എന്നത് ഇനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകാത്തൊരു സ്ഥിതി രാജ്യത്തുണ്ടായി കഴിഞ്ഞില്ലേ? തീർച്ചയായും ഈ വനിതാ സംവരണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഭാഗമായി തീർന്നത് 2023 നമ്മുടെ ഭരണഘടനയുടെ 368 വകുപ്പ് അനുസരിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2 സഭകളും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കുകയും അതിനുശേഷം പ്രസിഡന്റ് അതിന് അസെന്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് അമെൻഡഡ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ തന്നെ അത് അമെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ചില ടെക്നിക്കൽ ഫോർമാലിറ്റീസ് ആണ് ഈ നോട്ടിഫിക്കേഷൻ വരണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വനിതാ സംവരണം എന്ന് പറഞ്ഞ ആ ഒരു കാര്യം 2023 തന്നെ അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ബില്ലില് എല്ലാ പാർട്ടികളും അതിന് സപ്പോർട്ട് കൊടുത്തിരുന്നു. ഒരു യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയ ഒരു ബില്ലാണ്. അപ്പോൾ അത് നടപ്പിലാക്കാൻ ഇനിയിപ്പോൾ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഗവൺമെന്റ് 2029 വരുന്ന പുതിയ ലോക്സഭയിൽ ഇത് നടപ്പിലാക്കണം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടാണ് ഈ ബില്ലും കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഈ ബില്ലിലെ പ്രധാന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ലോക്സഭയുടെ അംഗസംഖ്യ കൂട്ടുക, പിന്നെ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസുകളുടെ റീഡെലിമിറ്റേഷൻ നടക്കുക. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഈ ഒരു ബില്ലിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ബില്ലിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. അതായത് ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക. അപ്പൊ 543 വെച്ചുകൊണ്ട് അതിന്റെ 1/3 കൊടുക്കുക എന്നുള്ളതല്ല ഗവൺമെന്റിന്റെ തീരുമാനം. ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് അതിനനുസരിച്ച് അപ്പോൾ ഈ 543 മെമ്പർമാര് ലോക്സഭയിലെ അംഗങ്ങൾക്ക് അവർക്ക് പ്രശ്നമൊന്നും വരാതെ സ്ത്രീകളുടെ സംവരണവും നടക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ലോക്സഭയുടെ അംഗസംഖ്യ കൂട്ടാനും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസീസ് റീഡെലിമിറ്റ് ചെയ്യാൻ ഈ കമ്മീഷനെ നിയമിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരാവശ്യം അതും ഈ ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു.
പിന്നെ ലോക്സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. ഭരണഘടന അനുസരിച്ച് ഗവൺമെന്റിന് പ്രപ്പോസൽസ് ഗവൺമെന്റ് ആണത് ചെയ്യേണ്ടത്, ഗവൺമെന്റിനാണ് തീരുമാനിക്കേണ്ടത് എത്ര കൂട്ടണം എന്നുള്ളത്. കോഴ്സ് പാർലമെന്റിന്റെ മുമ്പിൽ വരണം, പാർലമെന്റ് അത് അംഗീകരിച്ചേ പറ്റൂ. അത് ഭരണഘടന ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ ഗവൺമെന്റ് ആണത് ബേസിക്കലി തീരുമാനം എടുക്കേണ്ടത് എത്ര കൂട്ടുമെന്നുള്ളത്. അതല്ലാതെ പിന്നെ മറ്റു കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസീസ് എങ്ങനെ, ഒരു സ്റ്റേറ്റിന് ഇപ്പൊ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം, എത്ര സീറ്റുകൾ വേണമെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്ന ഒരു ഡെലിമിറ്റേഷൻ കമ്മീഷനാണ്. പക്ഷെ ലോക്സഭയുടെ മൊത്തം സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യത്തിൽ അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കേണ്ടത്. ഇത് രണ്ടുമാണ് ഈ ഒരു ബില്ലിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ഈ സംശയം അതിനിടയിൽ ചോദിക്കട്ടെ, അതായത് ഈ 2023 വനിതാ സംവരണം എന്നത് പ്രാബല്യത്തിൽ വന്നുവെങ്കിൽ, അതായത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2029 സർക്കാരിന് അത് നടപ്പാക്കിയേ കഴിയുമെങ്കിൽ, ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപവും ആരോപണവും എന്താണ്? വനിതാ സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് രാജ്യത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. വനിതകൾക്ക് അവരുടെ ന്യായമായ അവകാശങ്ങൾ നൽകാൻ വേണ്ടി ഭരണകക്ഷി ശ്രമിക്കുമ്പോൾ അതിനെ തടയിടുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു സമീപനം ഈ പ്രതിപക്ഷം സ്വീകരിക്കുന്നു എന്നതാണ്. രാഷ്ട്രീയ സ്വഭാവമുള്ള ചോദ്യമാണ്. എങ്കിലും ശ്രീ PDT ആചാരി, ആ ഒരു ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ? അതിപ്പോ ഇന്ന് നിലവിലിരിക്കുന്ന സഭയുടെ സ്ട്രെങ്ത് അനുസരിച്ച് തന്നെ ഇത് ചെയ്യാമല്ലോ. 543 മെമ്പർമാരുടെ 1/3 കൊടുക്കുന്നതിന് എന്താ പ്രയാസം? അതിനുവേണ്ടി ഈ 2029 മുമ്പ് ഒന്നുകിൽ ഡെലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കാം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞാൽ മതിയല്ലോ, ചുമതലപ്പെടുത്തിയാൽ മതി സ്ത്രീകളുടെ ഈ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കാൻ. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലത് ഒരു ഗവൺമെന്റിന്. അപ്പൊ അതുകൊണ്ട് ഈ സംവരണത്തെ പരാജയപ്പെടുത്തുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചെയ്യാവുന്ന കാര്യമാണ്. ഇന്ന് നിലവിലിരിക്കുന്ന സഭയുടെ ഈ സ്ട്രെങ്തിന്റെ ബേസിൽ അത് ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. PDT ആചാരി സാർ, അങ്ങനെയാണെങ്കിൽ ഈ വനിതാ സംവരണത്തിന് പിന്നാലെ തന്നെ അതിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടപ്പാക്കുക, അങ്ങനെ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ കൂടുതൽ സീറ്റുകൾ, അവിടെ BJPക്ക് അനുകൂലമായ തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തെ രൂപപ്പെടുത്തുക, അങ്ങനെ 2029 ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള കളമൊരുക്കുക, ഇങ്ങനെ ഒരു ഗൂഢനീക്കം ഈ ബില്ലിൻ്റെ മറവിൽ ഭരണകക്ഷി നടത്തി എന്ന ആക്ഷേപത്തെയോ താങ്കൾ എങ്ങനെ കാണും? എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സമയത്ത് ഈ സഭയുടെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ലത്. കാരണം അതിന് വളരെയധികം സ്റ്റഡി ആവശ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്പെർട്ടുകളുടെ ഒരു സ്റ്റഡി, വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി ആവശ്യമാണ്. കാരണം പല പ്രശ്നങ്ങളും ഉണ്ട് അതിൽ. ഇത് വെറും വെറുതെ ഇപ്പം ലോക്സഭയുടെ ഒരു ശരിക്ക് 850 അംഗം കൂട്ടിക്കളയാം, അല്ലെങ്കിൽ 900 ആക്കാം എന്നല്ല അത് ചെയ്യേണ്ടത്. കാരണം അത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ കണ്ടില്ലേ, ഈ വടക്കും തെക്കും തമ്മിൽ ഒരുപാട് അന്തരങ്ങൾ വന്നിരിക്കുന്നു. UP-യിലാണെങ്കിൽ 1971 പോപ്പുലേഷൻ അനുസരിച്ച് 8 കോടി ഉണ്ടായിരുന്നത് ഇന്നിപ്പോ ഏതാണ്ട് 25 കോടിയോളം ആയിരിക്കുന്നു. ഒരു 300% വർധനയാണ് UP-യുടെ പോപ്പുലേഷൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് നോക്കുമ്പോൾ നാച്ചുറലി അവരുടെ ഒരു ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സീറ്റ് വേണം. പോപ്പുലേഷൻ അനുസരിച്ചാണല്ലോ നമ്മുടെ ഈ നിയോജകമണ്ഡലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെയധികം സീറ്റുകൾ ആവശ്യമായിട്ട് വരും. ഈ ഭരണഘടനയുടെ 81-ാം വകുപ്പ് അനുസരിച്ച് അതിനൊരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ആ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംസ്ഥാനത്തെ പോപ്പുലേഷനും അവിടുത്തെ ലോക്സഭാ സീറ്റുകളും തമ്മിലുള്ള റേഷ്യോ രാജ്യം മുഴുവൻ ഒന്നായിരിക്കണമെന്നാണ്. ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ രാജ്യം മുഴുവൻ ഒന്നായിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളുടെയും പോപ്പുലേഷൻ ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നായിരിക്കണം, സിമിലർ ആയിരിക്കണം, ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ. അപ്പൊ അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ 1971 പോപ്പുലേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയോജകമണ്ഡലങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10 ലക്ഷമായിരുന്നു. 10 ലക്ഷം കണക്കാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വളരെയധികം മാറിയിരിക്കുന്നു. UP-യിൽ തന്നെ 300% വർധന പോപ്പുലേഷൻ ഉണ്ടായിരിക്കുന്നു.
കേരളത്തിലാണെങ്കിൽ 1971 എനിക്ക് തോന്നുന്നത് 2 കോടിയോ മറ്റോ ഉണ്ടായിരുന്നു, ഇപ്പൊ 3.5 കോടിയോ മറ്റോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതാണ്ട് 65% വർധന ഉണ്ടായപ്പോൾ UP 300%. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 81 ഈ ഫോർമുല എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കബിൾ ആണ്? ആകത്തില്ല. അപ്പൊ അതിന് പിന്നെ എന്താണ്, വേറെ എന്ത് ഫോർമുലയാണ് കുറെ കൂടെ റാഷണൽ, എക്വിറ്റബിൾ ആയിട്ടുള്ള ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതൊക്കെ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത ശേഷം മാത്രമേ ഒരു ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് കൂട്ടാനും മനസ്സിലായി. PDT ആചാര്യ സാർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ കഴിയുന്ന, അധികാരത്തിൽ അവരുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിൽ അവരുടെ പ്രാതിനിധ്യം, ഇത് ഉറപ്പാക്കപ്പെടുമ്പോഴാണ് ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ സങ്കല്പം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ, ഭരണഘടന വിഭാവനം ചെയ്ത അർത്ഥത്തിൽ ആ ആശയം പൂർണ്ണമാവുകയുള്ളൂ. അതിന് സഹായകരമാകുന്ന ഒന്നല്ല ഈ വനിതാ സംവരണ ബില്ലും അതിൻ്റെ മറവിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡല പുനർനിർണയത്തിലൂടെയും BJP ലക്ഷ്യമിടുന്നത് എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന് പ്രധാനമായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുകില്ല എന്നും അവയെ തഴയുന്ന, അല്ലെങ്കിൽ BJPക്ക് വേരോട്ടം കുറഞ്ഞിട്ടുള്ള ഈ മേഖലകളെ മാറ്റി നിർത്തിയും ഭരണം നിലനിർത്താൻ പാകത്തിൽ ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തുക, അങ്ങനെ ഇതിനെ മാറ്റിയെടുക്കുക, ഈ തെരഞ്ഞെടുപ്പ് ഭൂപടത്തെ മാറ്റിയെടുക്കുക, ഇതാണ് BJPയുടെ ശ്രമം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇങ്ങനെ ഒരു ദുഷ്ടലാക്ക് ഈ നടപടിക്രമങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ സംശയിക്കുമോ? ഞാൻ അതിൻ്റെ ആ പൊളിറ്റിക്സിൽ പോകുന്നില്ല. ഞാൻ സാധാരണ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസിന് മറുപടി പറയാറില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം, ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രപ്പോസൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി ഒന്നും നടത്തിയിട്ടായിരിക്കില്ല ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഗവൺമെന്റ് പറയുന്നത് 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉയർത്താം, സീറ്റ് സംഖ്യ ഉയർത്താം എന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് അതൊരു റീസണബിൾ ആയിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിന്റെ ആബ്സല്യൂട്ട് നമ്പേഴ്സിൽ വരുമ്പോൾ വളരെയധികം വ്യത്യാസം വരുന്നു നമുക്ക് കാണാം. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഞാൻ പറയാൻ, കേരളത്തിന് 20 സീറ്റുണ്ട്, UPക്ക് ആണെങ്കിൽ 80 ഉണ്ട് ഇപ്പോഴും. അപ്പൊ കേരളവും UPയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 60 സീറ്റാണ് ഇപ്പോഴും. ഇനിയിപ്പോൾ 50% എല്ലാവർക്കും ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് 30 വരും, UPക്ക് 120 വരും. അപ്പൊ അന്നേരം തന്നെ വ്യത്യാസം 90 ആയി കഴിഞ്ഞിരിക്കുന്നു. 60-ൽ നിന്ന് 90 ആകുന്നു. അതായത് വലിയ സ്റ്റേറ്റുകൾക്ക് വലിയ വർധനയും ചെറിയ സ്റ്റേറ്റുകൾക്ക് ചെറിയ വർധനയും ഉണ്ടാകുന്നു. ഇതാണ് ഈ 50%. കേൾക്കുമ്പോൾ 50% എല്ലാവർക്കും ആകുമ്പോൾ വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണെന്ന് തോന്നാം. പക്ഷെ ഇതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 361 സീറ്റുകൾ വടക്കേ ഇന്ത്യയിലുള്ളപ്പോൾ നമുക്ക് ഈ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ആകെ കൂടിയുള്ള 129 സീറ്റുകളാണ്. ഇപ്പൊ തന്നെ ആ ഒരു ഇംബാലൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഇംബാലൻസ് കുറെ കൂടെ അഗ്രവേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് ഇപ്പൊ ഈ നിലവിലിരിക്കുന്ന ഈ സംവിധാനത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അടുത്ത് ഈ ആർട്ടിക്കിൾ 81 പറഞ്ഞിരിക്കുന്ന ഫോർമുല ഇനി പ്രായോഗികമേ അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ ഫോർമുല കണ്ടുപിടിച്ച് കുറെ കൂടെ ഇക്വിറ്റബിൾ ആയ, അതായത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഡിസ്ക്രിമിനേഷൻ, അതിനെതിരായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ വരാതെ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫോർമുല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അത് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പാർലമെന്റിൽ ഈ പ്രൊപ്പോസൽസ് കൊണ്ടുവരാവൂ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി ആചാര്യ സാർ, മാത്രമല്ല ഈ മണ്ഡല പുനർനിർണയം സംബന്ധിച്ച കാര്യങ്ങളിൽ നീതിപൂർവമായിട്ടല്ല ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് ഒരു ഭാഗത്തുണ്ടായത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട 2 ഇടങ്ങളാണ് ജമ്മു കാശ്മീരും അസമും ഒക്കെ. ഇവിടെ BJPക്ക് അനുകൂലമായ തരത്തിലാണ് ഈ മണ്ഡല പുനർനിർണയം നടത്തപ്പെട്ടിട്ടുള്ളത് എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് തോന്നുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയിൽ, അവരുടെ യോഗത്തിൽ ഒമർ അബ്ദുള്ള ഈ ആശങ്കയൊക്കെ പങ്കുവെക്കുകയും ഒറ്റക്കെട്ടായി നിൽക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതല്ലാതെ ഇതിൻ്റെ ഭരണഘടനാപരമായ സാധുതയും അതിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയവും നമ്മളുടെ നിയമങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 543-ൽ തന്നെ ഈ വനിതാ സംവരണം എങ്ങനെ നടപ്പാക്കാം എന്നതിലേക്കാണ് യഥാർത്ഥത്തിൽ ആലോചനകൾ പോകേണ്ടത്. പിന്നെ ആചാര്യ സാർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മണ്ഡല പുനർനിർണയം എന്നത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി നടപ്പാക്കപ്പെടേണ്ടതാണ്. ആ പോയിന്റ് നമ്മൾ എടുക്കുന്നു. വളരെയധികം നന്ദി ശ്രീ PDT ആചാര്യ സാർ, പ്രത്യേക അതിഥിയായി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാനിനി മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ,
ഇത് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു വലിയ രാഷ്ട്രീയ വിജയമായി ആഘോഷിക്കപ്പെടുകയാണ്. മധുരം വിതരണം ചെയ്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബിൽ പാസ്സാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ നീക്കത്തെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകൾ ആഘോഷിക്കപ്പെട്ടത്. അതേസമയം തന്നെ വലിയ പ്രത്യാഘാതം നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് ഇന്ന് നടന്ന 2 യോഗങ്ങളിൽ, ഒന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം, മറ്റൊന്ന് സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മന്ത്രിസഭാ സമിതി യോഗം. ഈ 2 യോഗങ്ങളിലും പ്രധാനമന്ത്രി പറഞ്ഞതായി അറിയുന്നത് പ്രതിപക്ഷത്തിന് വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെടുത്തിയ നീക്കത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും, പ്രതിപക്ഷത്തിന് വലിയ വില നൽകേണ്ടി വരും. കാരണം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ ക്ഷോഭത്തിന് പ്രതിപക്ഷം ഇരയാകും എന്നാണ്. മാത്രമല്ല ഇന്നലെ തന്നെ പാർലമെന്റ് വളപ്പിൽ BJPയുടെ പ്രതിഷേധം തുടങ്ങി. ഇന്നിപ്പോൾ മഹിളാ മോർച്ചയുടെ ഒരു പ്രതിഷേധ റാലി രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് നേരെ ഉണ്ടായി. രാജ്യമെമ്പാടും പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കത്തിനെതിരെ സ്ത്രീവിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് BJPയും NDAയും. ഇത് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ജിൻഡോ ജോൺ പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ ശരിയായിരുന്നു എന്ന്, അതിന് രാഷ്ട്രീയ നൈതികതയുണ്ട് എന്ന് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ശ്രീ ഗോപികൃഷ്ണൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം 12ാമത്തെ വർഷം നരേന്ദ്രമോദി ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തെരുവിലിറക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളെ അടക്കം. ഉന്നാവിലും ഹത്രാസിലും അത് ഒക്കെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താത്ത BJPയുടെ വനിതാ പ്രവർത്തകർ ഇപ്പോൾ വെയിൽ കൊണ്ട് പുറത്ത് സമരം ചെയ്യുകയാണ്, അല്ലേ? ഗുസ്തി താരങ്ങളുടെ അവർക്ക് കിട്ടിയ ഒളിമ്പിക് മെഡൽ അവർക്ക് അനുഭാവപൂർവ്വം അവരോട് നടപടി സ്വീകരിക്കാത്ത, അവർക്ക് വേണ്ടി ശബ്ദിക്കാത്ത BJPയുടെ വനിതാ നേതാക്കന്മാർ ഇന്ന് തെരുവിൽ സമരം ചെയ്യുന്നത് രാജ്യത്ത് 12 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെയാണ്. രാജ്യം 12 വർഷമായിട്ട് ഭരിക്കുന്നവർ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കെതിരെ തെരുവിൽ സമരം ചെയ്യുന്ന കാഴ്ച ഞാൻ വിചാരിക്കുന്ന ഈ അടുത്ത കാലത്തൊന്നും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വലിയ വിജയത്തിലാണ്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാറിൻ്റെയും അതുപോലെ 2 ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രം ഈ രാജ്യം ഭരിക്കാൻ അവസരം കിട്ടിയ നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി വല്ലാതെ പ്രയാസപ്പെടുന്ന കാഴ്ചയല്ലേ കാണുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ ആർക്കും ഒരു വിലയില്ലാത്ത സാധനമായി മാറി. മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ചെവി കൊടുത്തോ? ആരും ചെവി കൊടുത്തില്ല. അപ്പോൾ ഇവർ വനിതാ സംവരണ ബില്ലാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി 2023 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതി വനിത കൂടിയായിട്ടുള്ള ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുള്ള 2023 സെപ്റ്റംബർ 29-ന് ഒപ്പുവെച്ചിട്ടുള്ള വനിതാ സംവരണ ബിൽ ആ നിയമം നടപ്പാക്കിയാൽ മതിയല്ലോ. അതെന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് 543-ൽ തന്നെ 33% സ്ത്രീകൾക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കണമെന്നുള്ളതാണ്. അതെന്താ ഇവരെടുക്കാത്തത്? അപ്പോൾ ഇവരുടെ താല്പര്യം വനിതാ സംവരണമല്ല, മറിച്ച് 2029-ൽ തോറ്റ അമ്പുമെന്നുള്ള ഭയമുള്ളത് കൊണ്ട് അവർ ഡീലിമിറ്റേഷൻ പിൻവാതിലൂടെ കടത്തിക്കൊണ്ടുവന്ന് തുടർ ഭരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ശക്തി ക്ഷയിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയിലേക്ക് അവർ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, പക്ഷേ വലിയ പ്രത്യാഘാതം നേരിടണം എന്ന് ഒക്കെ പറയുമ്പോൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ ഒരാൾ 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങളെ ഒന്നും കാണാതെ ഇത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള ചില ശ്രമങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ മറ്റൊന്നും നടത്താത്ത ആളുകൾ ഈ രാജ്യം ഭരിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതം ഇന്ത്യൻ ജനാധിപത്യം നേരിടാനില്ല. ഈ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിൽ മാത്രം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന, രാജ്യത്തെ ഇലക്ഷൻ സംവിധാനങ്ങളെപ്പോലും ഇലക്ഷൻ കമ്മീഷനെ പോലും അവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു ഭരണ സംവിധാനം രാജ്യത്തിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രത്യാഘാതം എന്താ നമ്മൾ നേരിടാനുള്ളത്? ഇത് കോൺഗ്രസോ പ്രതിപക്ഷ കക്ഷികളോ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഈ സമരം ചെയ്യുന്ന BJPക്കാരടക്കം അവരെ ബാധിക്കുന്ന ഏതെങ്കിലും നിത്യജീവിത പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ഈ സർക്കാർ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. പിന്നെ സ്ത്രീകളുടെ ക്ഷോഭം ഇതാണ്, അതായത് നിങ്ങൾ പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ ഈ ബില്ലിനെ പാസ്സാക്കാൻ വേണ്ടിയുള്ള ന്യായവാദങ്ങൾ നിരത്തി 2023-ലെ നിയമം തന്നെ നടപ്പാക്കിയാൽ മതി എന്ന നിലപാട് സ്വീകരിച്ചു. 543 അംഗ പാർലമെന്റിൽ ഈ ലോക്സഭയിൽ ഇത് തന്നെ ഇതേപോലെ തന്നെ ഇതിൽ സംവരണം നടപ്പാക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. വനിതാ സംവരണത്തിനെതിരല്ല എന്ന് ഡോക്ടർ ശശി തരൂരിനെ പോലുള്ളവർ ആവർത്തിച്ച് സഭയിൽ വ്യക്തമാക്കുന്നതൊക്കെ കണ്ടു. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ഇതൊരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ, ഇതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയായി പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താൻ
പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP തീരുമാനിക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ 8:30 ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഇന്ന് 2 യോഗങ്ങളിലും പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിൽ എടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് രാജ്യത്തെ ഒന്നാകെ ബോധ്യപ്പെടുത്തേണ്ടുന്ന കനത്ത ബാധ്യത, രാഷ്ട്രീയ ബാധ്യത പ്രതിപക്ഷത്തിന് മേൽ വന്നു വീഴില്ലേ? കോൺഗ്രസിനും അതുണ്ടാകില്ലേ എന്നാണ്. അങ്ങനെ ഒരു അധിക ബാധ്യത ഞങ്ങൾക്കില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ മനുഷ്യർക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇനി ആർക്കെങ്കിലും അത്തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താനുള്ള ശേഷി ഇന്ത്യ അലയൻസിന് ഈ രാജ്യത്ത് ഇന്നുണ്ട്. ഒരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ് ഗോപി. ഈ 2023 വനിതാ സംവരണ ബിൽ, ആ നിയമത്തിന്റെ പേരെന്താണെന്നറിയോ? നാരി ശക്തി വന്ദൻ അധിനിയം. അത് പാസ്സാക്കിയപ്പോൾ 454 വോട്ട് എന്നാണ് അത് പാസ്സാക്കപ്പെട്ടത്. അതായത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയോടുകൂടി വനിതാ സംവരണ ബിൽ പാസ്സാക്കി. അപ്പോൾ 2023 വനിതാ സംവരണ ബില്ലിനെ പിന്തുണച്ച കോൺഗ്രസ് ഇന്ന് ഇവർ കൊണ്ടുവന്ന അമെൻമെന്റിനെ എന്തിനെതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മണ്ഡല പുനർനിർണയത്തിലൂടെ ഇവർ ഇവർ വീണ്ടും തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടി ചെല്ലുന്ന ചില കുൽസിത ശ്രമങ്ങളാണെന്നുള്ള തിരിച്ചറിവിലാണ്. ഇത് കൃത്യമായിട്ട് പൊളിറ്റിക്കലി ക്യാമ്പയിൻ ചെയ്യാനുള്ള ശേഷി ഇന്ന് ഈ രാജ്യത്തുണ്ട്. ഇനി ഇവർ ഇത്തരം ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. കാസ്റ്റ് സെൻസസ് നടത്തപ്പെടേണ്ടതാണെന്നും ഈ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർക്ക് അവരുടെ അംഗസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിഗണനകൾ ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളിലും കിട്ടുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ കൂടി നടത്തപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഉന്നയിക്കുക. BJP വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇന്ന് 8:30 നരേന്ദ്രമോദി ഈ രാജ്യത്തോട് എന്ത് വിളിച്ചു പറഞ്ഞാലും അത് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിനെ ആക്ഷേപിക്കാമെന്നല്ലാതെ, ഇന്ത്യ അലയൻസിനെ ആക്ഷേപിക്കാമെന്നല്ലാതെ, നമ്മൾ കേട്ട് പഴകിയ കഥകളല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ റെജി ലൂക്കോസ്, ഈ രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് എന്നതാണല്ലോ BJPയുടെ പ്രധാനപ്പെട്ട ആരോപണം. വനിതകളെ പൂർണ്ണമായും അപമാനിക്കുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാണല്ലോ BJP ആവർത്തിക്കുന്നത്. 2023 പാസാക്കിയ ഒരു നിയമം, അങ്ങനെയാണെങ്കിൽ പാർലമെന്റിലെ ഈ ലോക്സഭയിലെ നിലവിലെ അംഗസംഖ്യ 543 ഈ 33% വനിതാ സംവരണം നടത്താൻ ഉള്ള ആർജവം എന്തുകൊണ്ടാണ് ഭരണകക്ഷി സ്വീകരിക്കാത്തത് എന്ന ചോദ്യമുണ്ടല്ലോ. അതിന് എന്ത് മറുപടിയാണ് BJPക്കുള്ളത്? ഈ മണ്ഡല പുനർനിർണയം മാറ്റി നിർത്തിക്കൊണ്ട് വനിതാ സംവരണം നടത്തിക്കൊണ്ട് BJPക്ക് വനിതകളുടെ കാര്യത്തിലുള്ള അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള താല്പര്യവും രാഷ്ട്രീയ ബോധ്യവും ബാധ്യതയും ഒക്കെ നിറവേറ്റാമല്ലോ. എന്തുകൊണ്ടാണ് അതിന് സമ്മതിക്കാതിരുന്നത്? അതൊരു വെല്ലുവിളിയായി പ്രതിപക്ഷം ഉയർത്തിയിട്ടു. രണ്ട് ഉത്തരങ്ങളുണ്ട് ഗോപികൃഷ്ണൻ. ഒന്ന്, പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം എടുത്ത ഏറ്റവും വലിയ ബുദ്ധിശൂന്യമായ നടപടിയാണ് ഈ പറയുന്ന ബില്ല് ലോക്സഭയിൽ വോട്ടിലൂടെ പരാജയപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP അല്ലെ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവതരിപ്പിച്ചെന്നുള്ള ചോദ്യത്തിനാണ് ഇനി മറുപടി അറിയാൻ പോകുന്നത്. ഒന്ന്, 1900 നമ്മുടെ ആർട്ടിക്കിൾ 81 പ്രകാരം ഡീലിമിറ്റേഷൻ മസ്റ്റാണ്. ജനസംഖ്യ ആനുപാതികമായിട്ട് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടുക, പാർലമെന്റിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്, നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് അത് ഭരണഘടനാ ബാധ്യതയാണ് നമ്മുടെ. അതനുസരിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 2011 സെൻസസ് പ്രകാരം 50% വെച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഡീലിമിറ്റേഷനിലൂടെ MPമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാം. എല്ലാ പാർട്ടികൾക്കും അല്ല എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായിട്ട് 50%. അങ്ങനെ വരുമ്പോൾ നേരത്തെ PDP ആചാര്യ സാർ പറഞ്ഞ പോലെ കേരളത്തിന് 30 ആകും, മധ്യപ്രദേശിന് 122, 123 ആകും. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ആ പ്രൊപ്പോർഷനായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടും. ഇവിടെ വനിതാ ബില്ല് ഓൾറെഡി തന്നെ 2021 പാസ്സാക്കി വരും, നമുക്കറിയാൻ പറ്റും. ഡീലിമിറ്റേഷൻ നടത്തിയേ പറ്റൂ. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇപ്പോഴുള്ള 543 അംഗസംഖ്യ വെച്ചുകൊണ്ട് മാത്രം ആ പറയുന്ന വനിതാ സംവരണം നടപ്പാക്കൂടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഇവരിതിനെ ഭയക്കുന്നത്? ഈ പറയുന്ന 50% വെച്ച് 2011 സെൻസസ് വെച്ച് 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാണ് ഭയക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അവർ ഭയക്കുന്നതിനുള്ള കാരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന്, 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഒരു വ്യവസ്ഥയായി ആ നിയമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ കൊണ്ടുവന്നാലും നേരത്തെ PDT ആചാര്യ സാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ അത് 30 ആകുന്നു,
ഉത്തർപ്രദേശിൽ അത് 120 അങ്ങനെ BJPക്ക് വേരോട്ടമുള്ള ഹിന്ദി ഹൃദയ ഭൂമിയിൽ കൂടുതൽ സീറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കി ഭരണ തുടർച്ച ഉറപ്പാക്കാം എന്ന ഒരു ഗൂഢ നീക്കം ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണമാണ്. ഇനി മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചാണെങ്കിൽ ജമ്മു കാശ്മീരിലും അസാമിലുമൊക്കെ മണ്ഡല പുനർനിർണയം BJPക്ക് ഗുണകരമാകുന്ന തരത്തിൽ നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. അതുതന്നെയാണ് ഞാനൊരു വാക്കിവിടെ ഗോപികൃഷ്ണനോട് പറഞ്ഞത്, ബുദ്ധിശൂന്യമായ നടപടി എന്ന് പറയുന്നത്. ഇവരെന്തിനാണ് ഈ ഭാരതത്തെ ദക്ഷിണ ഭാരതം അല്ല ഉത്തരഭാരതം എന്ന് പറഞ്ഞ് വിഭജിക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരൊറ്റ രാജ്യമല്ലേ? ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലുള്ള വല്ല വ്യത്യാസമല്ലോ. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ് 129 സീറ്റാണ് ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്കായിട്ടുള്ളത് പാർലമെന്റിൽ. ഉത്തരേന്ത്യയിൽ അതനുസരിച്ചുള്ള കൂടുതലും. പിന്നെ ഇവരെന്തിനാണ് ഈ രീതിയിലുള്ള ഒരു വ്യത്യാസം കാണുന്നത്? അപ്പൊ ഇവർ ഭയക്കുന്നത് ഇവർക്ക് വേരോട്ടമില്ലാത്ത, ജനങ്ങൾ ഇവരെ അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇവർ പരാജയപ്പെട്ടുവോ, അതനുസരിച്ച് ഭരണം തുടരാനായിട്ട് BJPക്ക് അവസരം ലഭിക്കുമോ എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് ഗോപികൃഷ്ണനുള്ള? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ രണ്ട് അതായത് ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യയിലെ ബാക്കി വരുന്ന 23 സംസ്ഥാനങ്ങളും തമ്മിൽ വിഭജിച്ച് ഉള്ള ഒരു രീതിയിൽ ഇവരെങ്ങനെയാണ് ഒരു ദേശീയതയെ കാണുന്നത്? അതാണ് പറഞ്ഞ ഒരു ബുദ്ധിശൂന്യമായ നടപടിയാണ് സ്വീകരിച്ചത്. ഇനി അതൊന്നുകൂടെ പറയാം. താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കാര്യം, അതായത് ഈ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വികസന സൂചികകൾ വളരെ വേഗം പ്രാപിച്ച, അല്ലെങ്കിൽ അത് അവിടെ എത്തിയ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണനയും വിഹിതവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്? അല്ല ഈ സീറ്റ് മണ്ഡല പുനർനിർണയമായിട്ട് ഇപ്പൊ ഈ ചോദ്യമായിട്ടാണ് ബന്ധയിരിക്കുന്നത്. അത് കേരളത്തിലെ CPM വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളമല്ലേ? അതിനുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ് നമ്മളിരുന്ന് ചർച്ചയിൽ പറഞ്ഞതാണ്. 314 കോടി രൂപ കേരളത്തിൽ നൽകിയിട്ട് ഇതുവരെ അത് കൈപ്പറ്റാൻ പോലും തയ്യാറാകുന്ന സംസ്ഥാനം. അതിവിടെ ചർച്ചയുടെ ആധികാരികമായിട്ടുള്ള വശത്ത് നമ്മൾ വ്യതിചലിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം പ്രധാനപ്പെട്ട പറയാം. ഇവരുടെ ബുദ്ധിശൂന്യതയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താ അറിയോ? ഇനി 2027 സെൻസസ് പ്രകാരമാണല്ലോ ജനസംഖ്യ നിർണ്ണയിക്കുന്നത്. ആ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടുള്ള പാർലമെന്റിലെ അംഗങ്ങളുടെ പ്രാതിനിധ്യം നിശ്ചയിക്കേണ്ടത്. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഗ്ലാമർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 50% മാറ്റൂ. 2027 സെൻസസ് പ്രകാരം വരുവാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ MP-മാരുടെ എണ്ണം, പാർലമെന്റ് ലോക്സഭയിലെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം 14 ചുരുങ്ങും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ചുരുങ്ങും. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ചുരുങ്ങുകയാണ് സംഭവിക്കുന്നത്. എന്താ? ആകെപ്പാടെ 14 മണ്ഡലമുണ്ട്. അതിൽ 2 എണ്ണം പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി മാറ്റി കൊടുക്കേണ്ടി വരും. 5 എണ്ണം വനിതകൾക്ക് വേണ്ടി വരും. പിന്നെ എത്ര എണ്ണത്തിനകത്ത് ജനറൽ സീറ്റ് മത്സരിക്കാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞ ഇവിടെ ദീർഘവീക്ഷണമില്ലാതെ കൊണ്ട് BJP കൊണ്ടിരുന്നതെല്ലാം തങ്ങൾക്കെതിരാണെന്നും BJPക്ക് എന്താ പറയുക ജനസ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അവിടെ നിന്നും വീണ്ടും ഭരണം കൊണ്ടുവരാന്നുള്ള ബുദ്ധിശൂന്യതയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മുഴുവനുള്ളതല്ലേ? 62 വർഷം ഈ രാജ്യം ഭരിച്ചതല്ലേ? എന്തുകൊണ്ടാണ് മധ്യപ്രദേശ്, UP, ബീഹാർ രാജ്യസഭയിലുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വേരോട്ടമില്ലാത്ത ആരെങ്കിലും വേര് വിഴുതോക്കിക്കൊണ്ട് പോയതാണോ? ജനങ്ങൾ ഇവരെ തിരസ്കരിച്ചതാ. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട അഖിലേഷ് യാദവ് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞതല്ലേ നമ്മൾ കേട്ടല്ലോ. അഖിലേഷ് യാദവാണ് ഏറ്റവും കൂടുതൽ, സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മോശമാക്കാൻ പറഞ്ഞല്ല, അദ്ദേഹം ആലോചിക്കാതെ പറഞ്ഞതാ. എന്താ കാരണം അറിയോ? അഖിലേഷ് യാദവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പൊ നവംബർ മാസത്തിൽ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി 80 അംഗമുള്ള ലോക്സഭയിൽ 37 അംഗങ്ങളെ അദ്ദേഹം വിജയിപ്പിച്ചു. അപ്പൊ അവിടെ അദ്ദേഹത്തിന് സ്വാധീനം വർദ്ധിപ്പിച്ചില്ല. പിന്നെ എന്തിനാ അദ്ദേഹം ആശങ്കപ്പെടുന്നത്? BJP എവിടെയെങ്കിലും ഏകാധിപത്യപരമായിട്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് മത്സരിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ലോക്സഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് അന്ധമായി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായി അദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുക ചെയ്തത്. ഇങ്ങനെയാണ് തിരിച്ചാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ കാര്യത്തിലും RJDയുടെ കാര്യത്തിലും ഒക്കെ അവരെ ഇതിലെ അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നതിൽ അവരുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയുണ്ട്. ഇതാദ്യമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭരണപക്ഷത്തിന്റെ പാർലമെന്റിനകത്തെ, ലോക്സഭയ്ക്കകത്തെ ഒരു നീക്കത്തെ തടയിടാൻ കഴിഞ്ഞു എന്നത് അവരുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ്. ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. 7 പതിറ്റാണ്ടിലേറെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മൾ ലോക്സഭയിലേക്ക് ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയപരമായ രീതിയിലും ആ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ഇന്ത്യയിൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാനും ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 81 പ്രകാരം നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്.
ഇപ്പോൾ ഒരു ഉദാഹരണം, കേരളത്തിൽ ശരാശരി 13 ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് ഒരു MP പോകുന്നത്. അതേസമയം അത് ഉത്തർപ്രദേശും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 20-22 ലക്ഷം ജനങ്ങളുടെ പ്രാതിനിധ്യമാണ് ഒരു MPക്കുള്ളത്. അപ്പോൾ വിശാലമായ രീതിയിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിനിധിയായിട്ട് അതിലും 1-2 MPമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിയാത്മകമായിട്ട് തങ്ങളുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ക്രിയാത്മകമായ രീതിയിലുള്ള അവരുടെ രീതിയിലുള്ള എന്താ പറയുക സംഭാവനകൾ നൽകാൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഈ പ്രതിപക്ഷം ഇതിനെ ഭയക്കുന്നത്? അപ്പൊ ഒന്ന്. രണ്ടാമത്, പിന്നെ വനിതാ സംവരണത്തിനെതിരെയാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത്. ഓൾറെഡി വനിതാ സംവരണം പാസ്സായി കഴിഞ്ഞു. വനിതാ സംവരണം 33% വരുമ്പോൾ തങ്ങൾക്ക് പല മണ്ഡലങ്ങളിൽ പരാജയപ്പെടുന്നൊരു ഭയമോ അല്ലെങ്കിൽ തങ്ങൾക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ തങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നൊരു ഭയമാണ് ഇവർക്ക്. അതിനൊരു ഉദാഹരണമാണ് 2021 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അന്ന് ഈ ബില്ല് ലോക്സഭയിൽ വനിതാ ബില്ല് അവതരിപ്പിച്ചപ്പോൾ മുലായം സിംഗ് യാദവ്, സാക്ഷാൽ ഇപ്പോഴത്തെ ഈ അഖിലേഷ് യാദവിന്റെ പിതാവ്, അന്ന് പാർലമെന്റിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നമുക്കറിയാമല്ലോ, ഗോവിന്ദക്ക് അറിയാമല്ലോ. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം വനിതകളുടെ ശാക്തീകരണത്തിനും വനിതകൾ മുമ്പോട്ട് വന്ന് ഈ രാജ്യത്തിനെ കൂടുതൽ എംപവർമെന്റിലേക്ക് അവർ കടക്കണമെന്നുള്ള ഇവരുടെ കപട വാചകടിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇവർ 2 കൈ നീട്ടിക്കൊണ്ട് അതിനെ പാസ്സാക്കിയ അവസരം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇവരുടെ പ്രാതിനിധ്യം ലോകസഭയിലും വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവരെന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞില്ല? അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യമുള്ളൂ, ഇന്ത്യൻ ജനാധിപത്യത്തിന് കുറച്ചുകൂടെ പുരോഗമനപരമായിട്ട് രീതിയിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ തങ്ങൾ അതിനോടൊപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെന്നുള്ള മിഥ്യാധാരണയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതുപോലുള്ള ഒരു ബുദ്ധിശൂന്യമായ നടപടിയിലേക്ക് പ്രേരിപ്പിച്ചത്. ഇനി സംഭവിക്കാൻ പോകുന്നത് 2027 സെൻസസ് പ്രകാരം ഈ കേരളത്തിലെ പോലും പാർലമെന്റ് എണ്ണത്തിൽ കുറവ് വരും. അതാണ് ഇവർ ഈ ജനാധിപത്യത്തോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. ശരി, ശ്രീ VPP മുസ്തഫ, പ്രതിപക്ഷം ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയാണ് വനിതാ സംവരണ ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ലോക്സഭയിൽ ഇടപെട്ടത് എന്നതാണ് ശ്രീ റെജി ലൂക്കോസിൻ്റെ ഒരു വാദം. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് രാജ്യത്തെ ഇങ്ങനെ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇങ്ങനെയൊക്കെ വിഭജിച്ച് കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ? ഇന്ത്യ ഒരു നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഏകരാഷ്ട്രമല്ലേ? അതിനെ ഇങ്ങനെ വിഭജിച്ച് കാണേണ്ട കാര്യമുണ്ടോ? അതുതന്നെ അടിസ്ഥാനപരമായ ഭരണഘടനാ തത്വങ്ങൾക്കെതിരല്ലേ എന്നൊരു വാദവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്താണ് താങ്കളുടെ മറുപടി? BJP എന്ന കേന്ദ്ര ഭരണകക്ഷിയുടെ ഒരു മണ്ടൻ നടപടി അതിദയനീയമായി പരാജയപ്പെട്ടത് ന്യായീകരിക്കാൻ കഴിയാതെ BJPയുടെ വക്താവ് പ്രതിപക്ഷത്തെ ബുദ്ധിശൂന്യം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷമായിട്ട് കെട്ടിപ്പൊക്കിയ ഒരു പ്രതീതി ഉണ്ടല്ലോ, നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട്. അത് വലിയ 56 ഇഞ്ച് നെഞ്ചളവിൻ്റെതാണ്. മോഡി ഷാ കൂട്ടുകെട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും. ഒരു പ്രതിപക്ഷവും ഇവിടെ പ്രശ്നമല്ല, ഒരു ജനാധിപത്യ വിയോജിപ്പും ഇവിടെ പ്രശ്നമല്ല. മോഡി ഷാ കൂട്ടുകെട്ട്, അതിന്റെ തീരുമാനം അത് ഈ രാജ്യത്ത് നടപ്പിലാകും. അങ്ങനെ ഒരു ഫാഷിസ്റ്റ് സമീപനത്തിൽ പോകുന്ന രാജ്യത്ത് ഗംഭീരമായൊരു തിരിച്ചടി, ജനാധിപത്യത്തിന്റെ വിയോജിപ്പിന്റെ വലിയ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നമ്മൾ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടു. അതുകൊണ്ടാണ് സ്വന്തം നേതാക്കളുടെ മണ്ടൻ നടപടിയെ ന്യായീകരിക്കാൻ കഴിയാതെ BJP വക്താവ് സ്വയം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധിശൂന്യത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവല്ലേ? എന്തിനാ നിങ്ങൾ ദക്ഷിണേന്ത്യ, വടക്കേ ഇന്ത്യ, വടക്കേ കിഴക്കൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത്? അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിളുകളൊന്നും നോക്കട്ടെ. എന്താ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? റജി, നിങ്ങൾ കരുതുന്നത് പോലെ ഒറ്റക്കൽ ശില്പം എന്നല്ല. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് നമ്മുടെ ഭരണഘടന നിർവചിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ ആകെ ഒരു മാതൃഭാഷ, ഇന്ത്യ ആകെ ഒരു സംസ്കാരം, ഇന്ത്യ ആകെ ഒരു വേഷം, ഇന്ത്യയിലാകെ ഒരു ഭക്ഷണ സംസ്കാരം, ഇങ്ങനെയൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഈ വൈവിധ്യങ്ങളെ മുഴുവൻ, ഈ താങ്കൾ തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്ന കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള, ഹിമാലയം മുതൽ അറബിക്കടൽ വരെയുള്ള നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പം. അങ്ങനെയാണ് ഈ രാജ്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളത് RSSന്റെ ഒറ്റക്കൽ ശില്പമായിട്ട് ചുരുക്കി കെട്ടിയിട്ട് ഇപ്പൊ BJP വക്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ വേറെ വേറെ കാണുന്നത്? വേറെ വേറെ കാണണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അത് വിഘടനവാദമായിട്ടല്ല, നിങ്ങളല്ലേ വിഘടനവാദത്തിലേക്ക് നയിക്കുന്നത്.
നിങ്ങളുടെ ഈ മണ്ടൻ നടപടികളല്ലേ രാജ്യത്ത് ശിഥിലീകരണ പ്രവണതകളിലേക്ക് പോകുന്നത്. തമിഴ്നാട് അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇങ്ങനെ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ, നിങ്ങൾ ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ, ഈ സംസ്ഥാനങ്ങളുടെ അധികാരമൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴല്ലേ ഈ ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. എന്തിനാ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുന്നത്? എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി, രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളെയും ബോധ്യപ്പെടുത്തി, അവരുടെ സ്വാഭിമാനത്തെയും അവരുടെ ആത്മാഭിമാനത്തെയും ഉജ്ജ്വലിപ്പിക്കുന്ന വിധത്തിലല്ലേ ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമായിട്ട് നമ്മൾ മാറേണ്ടത്. നമ്മുടെ ദേശീയ ഗാനം പോലും അങ്ങനെയല്ലേ പറയുന്നത്? ഇന്ത്യ ഒരൊറ്റ രാജ്യം എന്നാണോ, അങ്ങനെ ഒരൊറ്റ കൽശില്പം എന്നാണോ പറയുന്നത്? നമ്മുടെ ദേശീയ ഗാനത്തിൽ പോലും ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളെ പരാമർശിച്ചുകൊണ്ടല്ലേ ആ ദേശീയ ഗാനം കടന്നു പോകുന്നത്. അതെല്ലാം ചേരുന്ന ഒരു ഐക്യരാജ്യം എന്നുള്ള നിലയിലല്ലേ. അപ്പൊ പിന്നെ അത് അംഗീകരിക്കാൻ എന്താ നിങ്ങൾക്ക് മടി? അതല്ലേ RSSന്റെ പ്രത്യയശാസ്ത്രം. അങ്ങനെ RSSന്റെ പ്രത്യയശാസ്ത്രം പാർലമെന്ററി വേദികളെ ഉപയോഗിച്ച് ഒളിപ്പിച്ച് കടത്താനുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ് പൊളിഞ്ഞിരിക്കുന്നത്. അത് മനസ്സ് തുറന്ന് സമ്മതിക്ക്. അതിനെന്തിനാ ഒരു ബുദ്ധിശൂന്യത കാണിക്കുന്നത് റജി? നിങ്ങൾ അത് അംഗീകരിക്കൂ. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ട, RSSന്റെ രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കടത്താനുള്ള നിങ്ങളുടെ നീക്കം പൊളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറയുന്നു വനിതാ സംവരണത്തെ എതിർത്തു. എന്തിനാ റജി ഈ മണ്ടത്തരം പറയുന്നത്? 2023 പാർലമെന്റ് അംഗീകരിച്ച വനിതാ സംവരണ ബിൽ ആര് കൊണ്ടുവന്നതാ? ഇതേ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ. ഇതേ നരേന്ദ്രമോദിയും അമിത്ഷായും നിങ്ങളുടെ BJP ഭരണമല്ലേ കൊണ്ടുവന്നത്. എത്ര വോട്ടിനാണ് ആ പിന്നെ വനിതാ സംവരണ ബിൽ 2023 വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസ്സായത്? 493 വോട്ടുകൾക്കല്ലേ. അതാര് വോട്ട് ചെയ്തിട്ടാ? നിങ്ങൾക്കന്ന് പാർലമെന്റിൽ എത്രയാ എണ്ണം? ഇന്നുള്ള 293 തന്നെയല്ലേ 303 2023 നിങ്ങൾക്കുണ്ടായിരുന്നത്. അതെങ്ങനെയാ പിന്നെ 490-ലധികം വോട്ടായിട്ട് നിങ്ങൾക്ക് വനിതാ സംവരണ ബിൽ പാസ്സാക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഈ കോൺഗ്രസും CPIM എല്ലാം ഉൾപ്പെടെയുള്ള താങ്കൾ ഇപ്പൊ പരിഹസിക്കുന്ന ഇന്ത്യ അലയൻസിന്റെ ഭാഗമായി നിൽക്കുന്ന അന്നും പ്രതിപക്ഷമായിരുന്ന ഈ പാർട്ടികളെല്ലാം പിന്തുണച്ചിട്ടല്ലേ. അപ്പൊ വനിതാ സംവരണ ബിൽ എന്ന് പറയുന്ന വനിതകൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന കാര്യത്തെ ഞങ്ങളെല്ലാം പിന്തുണച്ചിട്ടില്ലേ? ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചിട്ടില്ലേ? എതിർക്കുകയല്ലോ ചെയ്തത്. എന്തേ 2023 പാസാക്കി അന്ന് തന്നെ പ്രസിഡന്റ് ഒപ്പിട്ട ആ ബില്ല് നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് ഈ ഏപ്രിൽ 16 വരെ 2.5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് വനിതാ സംവരണത്തോട് എന്ത് കൂറാണുള്ളത്? സ്ത്രീ ശാക്തീകരണത്തോട് നിങ്ങൾക്ക് എന്ത് താല്പര്യമാണുള്ളത്? ഇന്ന് വരെ ഒരു സ്ത്രീയെ ഒരിടത്തും പരിഗണിക്കാത്ത പ്രസ്ഥാനമല്ലേ RSS. അതിന്റെ പരമോന്നത സഭകളിൽ എവിടെയും. പിന്നെ നിങ്ങൾക്ക് എവിടെയാ സ്ത്രീ ശാക്തീകരണത്തിന് താല്പര്യമുള്ളത്? ഉണ്ടായിരുന്നുവെങ്കിൽ 2023 ഇപ്പൊ BJP ആക്ഷേപിക്കുന്ന പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണച്ച് പാസാക്കിയ വനിതാ സംവരണ ബിൽ പാസാക്കാൻ, അത് നടപ്പിലാക്കാൻ ഈ 2.5 വർഷം കാത്തിരിക്കണമായിരുന്നു. അപ്പൊ 2.5 വർഷമായിട്ട് നടപ്പിലാക്കാത്ത ബില്ല് ഏപ്രിൽ 16 അർദ്ധരാത്രിയിൽ നടപ്പിൽ വരുത്തുന്നതായിട്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ട് പാർലമെന്റിൽ നിങ്ങൾ പുതിയ ബില്ല്, ഈ 131 ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത് എന്തിനാ? നേരത്തെ പാസാക്കിയ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പേ റജി എന്തിനാണ് അതിനൊരു ഭേദഗതി കൊണ്ടുവരുന്നത്? നടപ്പിലാക്കി അതിൽ പ്രായോഗികമായ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലല്ലേ ഭേദഗതി വരുത്തേണ്ടത്. മാത്രമല്ല VP മുസ്തഫ ഇന്നിപ്പോൾ 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. BJP രാജ്യവ്യാപകമായ ക്യാമ്പയിനിലേക്ക് കടന്നിരിക്കുകയാണ്. വനിതകൾക്കെതിരായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രാജ്യത്തെ പ്രതിപക്ഷം ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി വനിതാ സംവരണം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഒരു ഭാഗത്തുണ്ടായതെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇതൊരു വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ BJP ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ മഹിളാ മോർച്ചയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഊന്നാൻ പോകുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ സ്ത്രീകൾക്കെതിരെ ആയിട്ട് ഉള്ള ഒരു നീക്കമായി ഇതിനെ ചിത്രീകരിക്കുക എന്നതാകും. ഒരുപക്ഷെ വനിതകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുപോലും നമ്മൾ വളരെ അമ്പരപ്പോടുകൂടി കാത്തിരിക്കുകയാണ്. ഏതായാലും ഡോക്ടർ ജിൻഡോ, ഇനി ഒരു ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ടാകാം പാർലമെന്റിൽ തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും പ്രത്യേക സമ്മേളനം വിളിച്ച് വനിതാ സംവരണ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ ഭരണപക്ഷം തീരുമാനിച്ചതിന് പിന്നിലുള്ള കാര്യകാരണങ്ങൾ? അതിനെക്കുറിച്ച്
പ്രതിപക്ഷം ആകുലപ്പെടുന്നുണ്ടോ? ഇത് സ്വാഭാവികമായും ഒരു രക്തസാക്ഷിത്വം വരിക്കുകയും അതോടൊപ്പം തന്നെ വനിതകൾക്കെതിരാണ് പ്രതിപക്ഷം എന്നത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിക്കാനും ഒക്കെയുള്ള നീക്കത്തിന്റെ ഭാഗമായി നടത്തിയതാണ് എന്ന ഒരു വിലയിരുത്തലെങ്ങാനും പ്രതിപക്ഷത്തിനുണ്ടോ? മാത്രമല്ല നമുക്കറിയാം ഈ ലോക്സഭയിലെ സീറ്റ് വർധന എന്നത് നേരത്തെ തന്നെ അവർക്കാം 2026 വരെ ഇത് മരവിപ്പിച്ചുകൊണ്ടാണ് 2023 വനിതാ സംവരണ ബിൽ പാസ്സാക്കിയപ്പോൾ അതിനെ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധിപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ടാകാം. കാരണം 2026 വരെ ലോക്സഭയിലെ സീറ്റ് വർധന എന്നത് സാധ്യമാകാതിരുന്ന സാഹചര്യത്തിൽ കൂടിയാകാം. അങ്ങനെ പല കണക്കുകൂട്ടലുകളും വെച്ച് നടത്തിയ ഒരു നീക്കം എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കങ്ങളെ വിലയിരുത്തുന്നുണ്ട്. ആ തരത്തിൽ ഏതെങ്കിലും ഒരു ആശങ്ക പ്രതിപക്ഷത്തിനുണ്ടോ? ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ വനിതകളെ കൂടെ നിർത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കാം. വനിതാ സംവരണത്തെ എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ന വ്യാഖ്യാനം ചമച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. പ്രതിപക്ഷം സജ്ജമായിരിക്കേണ്ട സമയമാണെന്ന് കരുതുന്നുണ്ടോ ഡോക്ടർ ജിൻഡോ? അല്ല, ഗോപി ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിപക്ഷം സജ്ജരായിരിക്കുക എന്നുള്ളത് നമ്മളെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്ത്. അത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളെ 12 വർഷമായിട്ട് നമ്മൾ കൃത്യമായി സജ്ജരായി തന്നെ തെരുവിൽ സമരം ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തെ അടിച്ചമർത്താൻ ഇവരെല്ലാ വിധത്തിലും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇവർ വലിയ രീതിയിൽ പരാജയപ്പെട്ടു എന്ന് സ്വയം സമ്മതിച്ചു. എന്തായാലും റെജി ലൂക്കോസും BJPയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള താഴെത്തട്ടിൽ വരെയുള്ള BJPയുടെ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട പ്രാവശ്യം കേന്ദ്ര സർക്കാർ BJP പരാജയപ്പെട്ടു. ഇന്ത്യ മുന്നണിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഇന്ത്യ എന്ന പദത്തിന് വലിയ അർത്ഥമുണ്ടെന്ന് BJPക്ക് ഇപ്പോൾ പറഞ്ഞത് ഗോപി ശരിയാവണ്ണം ഇപ്പോൾ എന്നെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വാചകം പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും BJP ബില്ല് അവതരിപ്പിച്ചുവെന്ന റെജു ലൂക്കോസിനോടൊരു ചോദ്യം നേരിട്ട് ചോദിക്കുക. പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? അതൊരു ബുദ്ധിശൂന്യതയല്ലേ? അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? അല്ലെങ്കിൽ ബില്ലിൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? പ്രതിപക്ഷത്തിന് കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന ഒരു ബില്ലല്ലേ അവതരിപ്പിക്കേണ്ടിരുന്നത്? അപ്പോൾ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു ബില്ല് നിങ്ങൾ അവതരിപ്പിച്ചെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ബുദ്ധിശൂന്യത, അല്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഗിമ്മിക്ക്, നിങ്ങൾക്ക് വനിതകളോട് ഒരു സ്നേഹവും ഉണ്ടായിട്ടല്ല, നിങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗാൻഡ മെഷീനറി ആയിട്ട് ഈ ബില്ലിനെയും കണ്ടു. ഇനി എൻ്റെ ചോദ്യം, 50% വർധനവ് കൊടുക്കാമെന്ന് അമിത്ഷാ പറഞ്ഞു. അമിത്ഷാ വെറുതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ 2 വിഭജിക്കുന്ന അത്രയും ഭൂരിപക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇല്ലെന്നേ. അതുകൊണ്ട് അമിത്ഷാ പറയുന്ന, നരേന്ദ്രമോദി പറയുന്ന ഗ്യാരണ്ടിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾ 50% വെച്ച് എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ സീറ്റ് വർധനവ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ എന്തുകൊണ്ട് അത് ബില്ലിൽ ഉൾപ്പെടുത്തിയില്ല? അതിൻ്റെ അർത്ഥം നിങ്ങൾ യാതൊരു പഠനവും നടത്താതെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തോന്നിവാസം പോലെ ഒരു ബില്ല് അവതരിപ്പിച്ചു എന്നാണോ? അപ്പോൾ നിങ്ങളുടെ ബുദ്ധിശൂന്യത. രണ്ടാമത്തത്, അടുത്തത് ഞങ്ങളുടെ ചോദ്യം വാലിഡായിട്ടൊരു ചോദ്യം നിലനിൽക്കുകയാണ്. 543 എന്തുകൊണ്ട് 33% വനിതാ സംവരണം ഉറപ്പാക്കുന്നില്ല? ആ ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. കെട്ടിയ ഭാര്യയെ പാതിരാത്രിക്ക് ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ഒരു പഴയ BJP RSS നേതാവുണ്ട്. അതേ നയപരിപാടി തന്നെയാണ് ആ ചോദ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ എടുക്കുന്നതും. 543 നിലവിലുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ തന്നെ 33% വനിതാ സംവരണം നടപ്പാക്കാൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്, നിങ്ങളുടെ വഞ്ചനയാണ്, നയവഞ്ചനയാണ്. ഇനി നിങ്ങൾ പറയുന്നു എന്തിനാണ് ഭയക്കുന്നതെന്ന്. ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നുള്ള ഡിവൈഡ് ഉണ്ടോ എന്ന്? ഉണ്ട് ലൂക്കോസെ, അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളത് കൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ വിടുന്ന ഹെലികോപ്റ്ററിന് വാടക ചോദിക്കുകയും തരുന്ന അരിയുടെ പണം മേടിക്കുകയൊക്കെ ചെയ്യുന്നത്? മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത രീതിയിലുള്ള ചിറ്റമ്മ നയം നമ്മളോട് രാഷ്ട്രീയമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ BJP നയപരിപാടിയിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ. അപ്പൊ കൃത്യമായിട്ടായി ഡിവൈഡ് ഉണ്ടെന്നേ. മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് കുറവുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും അവർക്ക് ഏതെങ്കിലും അർഹതപ്പെട്ട വിഹിതം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ എന്തിൻ്റെങ്കിലും പേരിൽ ഭീഷണി നേരിടുന്ന സാഹചര്യമില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്ത് വന്നതിന് ശേഷം കൊണ്ടുവന്ന നിയമങ്ങളും ബില്ലുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആ ബില്ലുകളും നിയമങ്ങളും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വിവരാവകാശം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനാവകാശ നിയമം, ഭക്ഷ്യ സുരക്ഷാ നിയമം, ഫെയർ കോമ്പൻസേഷൻ ആക്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട വിവിധ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് ഒരുപോലെ ബാധകമായിട്ടുള്ള നല്ല നിയമങ്ങൾ കൊണ്ടുവന്ന UPA സർക്കാരിന് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് നടപ്പാക്കിയ നിയമങ്ങളൊന്നും നിങ്ങളൊന്ന് സ്വയം പരിശോധിച്ച് നോക്കൂ. പക്ഷം സ്വീകരിച്ച നിലപാട് രാജ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്കെതിരെയാണ് എന്നതാണ് BJPയുടെ ആക്ഷേപമെങ്കിൽ പാസ്സാകില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് വനിതാ സംവരണ നിയമ ഭേദഗതി ലോക്സഭയിൽ അവതരിപ്പിച്ചതിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് എന്നതിനു കൂടി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ആ ചോദ്യം, വളരെ വ്യക്തമാണ്. ഇന്ത്യൻ പാർലമെന്റ് സ്ത്രീകൾക്കെതിരെ ഇവർ കൈ ഉയർത്തി വോട്ട് ചെയ്യുന്നത് ജനങ്ങളെ അറിയണം. ഇന്ത്യയിലെ
ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങൾ അത് മനസ്സിലാക്കണം. ഇന്ത്യയുടെ പ്രതിപക്ഷം ആർക്കൊപ്പമാണെന്നുള്ളവരും എന്നും BJP കഴിഞ്ഞ 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിടയ്ക്ക് എക്കാലവും സ്ത്രീകൾക്കൊപ്പമായിരുന്നു. മുത്തലാഖ് എന്ന് പറയുന്ന ഭീകര സ്ത്രീവിരുദ്ധ നിയമത്തിനെടുത്ത് ദൂരെ കളഞ്ഞ ഞങ്ങളാ. ഇന്നിപ്പം അതിന്റെ പേരിൽ അന്തസ്സോടെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. ഈ കോൺഗ്രസ് സർക്കാരിനെ സാധിച്ചോ? വഖഫ് നിയമം ഇന്ത്യയെ കൊണ്ടത് 1953 ഈ കോൺഗ്രസ് സർക്കാരാണ്. അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. ആ നിയമഭേദഗതി കൊണ്ട് ലക്ഷക്കണക്കിന് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയത് ഈ BJP സർക്കാരാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിച്ച ഒരു കോൺഗ്രസ്സുകാരാണ്. ഇവർക്ക് എന്ത് രീതിയിലാണ് ഈ സ്ത്രീ വിരുദ്ധത ഇവരുടെ തലയിൽ വെച്ചിരിക്കുന്നത്? എന്നെ അത്ഭുതപ്പെടുന്ന മുസ്തഫ സാർ പറഞ്ഞൊരു കാര്യത്തിലാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത്. എത്രയോ വർഷം ഞാൻ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഏതെങ്കിലും ഒരു വനിതയെ ഇവർക്ക് കേരളത്തിന് മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? പറ്റിയിട്ടുണ്ടോ? കേരള നാട്ടിൽ KR ഗൗരിയമ്മ ഭരിച്ചു വരുന്നു പറഞ്ഞ് പാടി നടന്ന് വോട്ട് നേടിയ ഇവർ അവസാനം എവിടെ നിന്ന് വന്ന കേദാനരെ ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്തി ആ വനിതയെ വഞ്ചിച്ചു. സുശീല ഗോപാലിനെ വഞ്ചിച്ചു. ഇപ്പോൾ ഇവർ പ്രാതിനിധ്യം കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് വനിതാ ബില്ല്, അതായത് വനിതകൾക്ക് 33% വരുന്ന ആ ബില്ലിനെ ഇവർ അട്ടിമറിക്കാനുള്ള ഒരു വോട്ട് ചെയ്തു. ആ വോട്ടെടുപ്പ് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. അത് പരാജയപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ആ ബില്ല് ലോക്സഭയിലും അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ BJP അവതരിപ്പിച്ചത്. ഇവരുടെ തനിനിറം പുറത്തു വന്നു. അതിന് കോൺസിക്വൻസിനോട് പറയാം. ഇപ്പോൾ നടക്കാൻ പോകുന്ന ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പിൽ ആ സ്ത്രീജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇവർക്കെതിരെ ഈ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ പാർട്ടികൾക്കെതിരെ വിധി എഴുതും. ഒരൊറ്റ സെന്റൻസ് പറഞ്ഞിട്ട് പൂർത്തീകരിക്കാം. ഇന്നലെ ഇന്ത്യയിൽ വാസ്തവത്തിൽ വിഘടനവാദത്തിന്റെ വിത്ത് മുളയ്ക്കത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്തി ഇന്നലെ സ്റ്റാലിൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടുകാർ രംഗത്തിറങ്ങും ഉത്തരേന്ത്യൻ മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ ദക്ഷിണേന്ത്യയുടെ വിവേചനത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിഭജനത്തിന്റെ വാക്കുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അതിനെ ഇവർ പിന്തുണയ്ക്കുന്നുണ്ടോ? ഭാരതമെന്ന് കേട്ടാൽ എന്താ പറയാ, അന്തരംഗം ഉണരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റുപാടിയവരാരാ? ഈ CPM-കാരാണ് ഒരു കാലത്ത്. കേരളം എന്ന് കേട്ടാൽ തിളക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് ഇപ്പൊ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി താങ്കളിലേക്ക് കൊണ്ടുവരട്ടെ. അതായത് നമ്മളുടെ നിലവിലെ നിയമം എന്താണ് പറയുന്നത്? 2026 സെൻസസ് അനുസരിച്ച് അതിനുശേഷം രൂപീകരിക്കുന്ന മണ്ഡല പുനർവിഭജന കമ്മീഷനാണ് ഈ വിഭജനം നടത്തേണ്ടത്, അല്ലെ? മണ്ഡല പുനർനിർണയം നടത്തേണ്ടത്. എന്താണ് അങ്ങനെ നടത്തുന്നതിൽ BJPക്കുള്ള വിയോജിപ്പ്? എന്താണ് നിങ്ങൾക്കുള്ള തടസ്സം? അത് നടപ്പാക്കാതെ, അല്ലെങ്കിൽ പാർലമെന്റിൽ 543 അംഗങ്ങൾ എന്നതിൽ 33% വനിതാ സംവരണം നടപ്പാക്കണം എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിൽ എന്താണ് BJPക്കുള്ള തടസ്സം? എവിടെയാണ് BJPക്ക് അതിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്? അതിലൊരു വിശദീകരണം എന്താണ് നൽകാത്തത്? അത് വളരെ സിമ്പിൾ അല്ലേ ഗോപികൃഷ്ണ? അതായത് മണ്ഡല പുനർനിർണയം നടത്താനായിട്ടുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് ഭരണഘടന പറയുന്നുണ്ട്. ഇപ്പൊ ഈ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ വന്ന ബഹുമാനപ്പെട്ട PDP ആചാര്യ സാറ് വരെ പറഞ്ഞു അത് കേന്ദ്ര സർക്കാർ അധികാരം. കേന്ദ്ര സർക്കാർ ഒന്നും അടിച്ചേൽപ്പിച്ചില്ലല്ലോ. 50% വെച്ച് നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണസംഖ്യ വർദ്ധിപ്പിക്കാം. കൂടുതൽ ജനങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ള മെമ്പർമാരുടെ എണ്ണം. മണ്ഡല പുനർവിഭജനം നടത്തേണ്ടത് ഏത് സെൻസസ് അനുസരിച്ചാണ് ശ്രീ റിജി ലൂക്കോസ്? 2026 സെൻസസ് അനുസരിച്ചാണ് ഇനി നടത്തേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ 2011 സെൻസസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ കക്ഷികളുടെ പ്രാതിനിധ്യം കൂടും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന സെൻസസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഉദാഹരണം തന്നെ ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞു. കേരളത്തിന്റെ 14 ചുരുങ്ങും പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം, അതായത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. അപ്പൊ അതിലേക്കാണ് ഇവർ വഴി തെളിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചത് ബുദ്ധിശൂന്യതയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. അവിടെ ഒരു പ്രശ്നമുണ്ട്. 50%, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ 50% സീറ്റ് വർധന എന്നത് ഈ നിയമത്തിന്റെ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ആഭ്യന്തരമന്ത്രി വാക്കാൽ നൽകിയ ഉറപ്പാണ് പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ആവശ്യം ഈ വനിതാ സംവരണമാണോ പ്രധാനപ്പെട്ട നിങ്ങളുടെ ആവശ്യമെങ്കിൽ, അതിനോടാണ് നിങ്ങൾക്ക് ആത്മാർത്ഥതയെങ്കിൽ നിലവിൽ അത് നടപ്പാക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? വനിതാ സംവരണം നടപ്പാക്കുന്നതിന് എന്തെങ്കിലും തടസ്സം കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടോ? അല്ല, അതാണ് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെ ഈ രീതിയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയുക, പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നതിലെ വൈരുദ്ധ്യം അതാണ്. ഇത് ഡീലിമിറ്റേഷൻ നടത്തി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 81 പ്രകാരം ഡീലിമിറ്റേഷൻ നടത്തി ആ ഡീലിമിറ്റേഷനോടെ അംഗങ്ങളുടെ എണ്ണസംഖ്യ വർദ്ധിപ്പിച്ചു. അതിൽ 33% വനിതകളുടെ പ്രാതിനിധ്യം വരുമ്പോൾ എത്രയോ വനിതകൾ ഇപ്പോൾ നമ്മുടെ പാർലമെന്റിൽ വരും. 816 എന്നാൽ ആ ഡീലിമിറ്റേഷൻ നടത്തേണ്ടത്, ആ ഡീലിമിറ്റേഷൻ പ്രോസസ് എങ്ങനെയാണ് നടക്കേണ്ടത്? 2026 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഡീലിമിറ്റേഷൻ പ്രോസസ് നടക്കേണ്ടത് 2026 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്.
അല്ല, അതിനല്ലേ 2027 ഇനി സെൻസസ് നടക്കാൻ പോകുന്നത്. 2027 എന്നുള്ള എന്റെ പുതിയ അറിവാ. കാരണം ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിലവിലുള്ള സെൻസസ് 2011. ആ 2011 സെൻസസ് അനുസരിച്ച് നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ വാക്കാല പറഞ്ഞാൽ മതി. പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ അകറ്റാനായിട്ട് വാക്കാൽ പറഞ്ഞാലും ആ ബില്ല് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ അനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് പ്രതികരിച്ചൂടെ? അപ്പൊ അതൊക്കെ ഒരു ഉട്ടോപ്യൻ ന്യായീകരണങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരോഗതിയിലേക്കും പുരോഗമനത്തിന്റെ ആശയങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി സ്ത്രീകളുടെ പ്രാതിനിധ്യം 33% വർദ്ധിപ്പിക്കാനുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ത്രീ ശാക്തീകരണ നടപടികൾക്ക് എതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തി അത് പരാജയപ്പെടുത്തി ഇവർ കാലത്തിനോട് ചെയ്ത വലിയ ചതിയാണ്. ഇവർ ഇന്ത്യൻ ജനാധിപത്യത്തിനോട് ചതിയാണ്. അത് തന്നെയായിരിക്കും ഇനിയിപ്പോൾ BJPയുടെ പൊളിറ്റിക്കൽ സ്ലോഗൻ. നാരി ശക്തി വന്ദൻ എന്നത് BJP ലക്ഷ്യമിട്ടിരുന്നു. 33% വനിതാ സംവരണം എന്നത് BJPയുടെ ആഗ്രഹവും ആശയവുമായിരുന്നു. അതിന് തടയിട്ടുകൊണ്ട് രാജ്യത്തെ വനിതകളുടെ അവകാശങ്ങൾക്ക് മേൽ വിലങ്ങ് തടിയായി ഈ നിലപാടുകൾ മാറുന്നു പ്രതിപക്ഷത്തിൻ്റെത് എന്ന് തന്നെയായിരിക്കും ഇനി അവരുടെ പൊളിറ്റിക്കൽ സ്ലോഗൻ. അതിന് പാകത്തിലുള്ള ഒരു വിശദീകരണമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനമോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇനി അല്പസമയത്തിനകം ഈ രാജ്യത്ത് അഭിസംബോധന ചെയ്യുമ്പോൾ പറയാൻ പോകുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോപീഷൻ, BJP ഓഫീസിലുള്ളവരെ പ്രധാനമന്ത്രിക്കും റജി ലൂക്കോസിനും BJP വക്താവിനും ഇങ്ങനെ നുണ പറഞ്ഞ് പറ്റിക്കാം. പൗരന്മാരെ ആകെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. 33% വനിതാ സംവരണം രാജ്യത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. അത് വന്നില്ലേ? അത് റജി ലൂക്കോസ് നിഷേധിക്കുന്നുണ്ടോ? 2023 നിയമം പാസാക്കി, ഭരണഘടനാ ഭേദഗതി പാസാക്കി. അത് നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 16 നോട്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ 33% വനിതാ സംവരണം ഈ രാജ്യത്ത് നടപ്പിലായി. അതിന് ഇന്ത്യയിലെ പ്രതിപക്ഷം ഉൾപ്പെടെ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ നാരി ശക്തിയെ ഞങ്ങൾ എതിർത്തു, നാരി ശക്തി വന്ദനെ ഞങ്ങൾ എതിർത്തു എന്ന് പറയാൻ വേണ്ടി കഴിയുക? അവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് BJPക്കാരെ നുണ പറഞ്ഞ് പറ്റിക്കാം, പൗരന്മാരെ ആകെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ ഭാഗമല്ലേ ഞങ്ങള് പ്രാതിനിധ്യം ഞങ്ങളത് കുറവാ റജി ലൂക്കോസെ. പക്ഷെ നോയിഡയിൽ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന തൊഴിലാളികളെ കാണാൻ പോകുന്ന MA ബേബി എന്ന് പറയുന്ന CPMന്റെ ജനറൽ സെക്രട്ടറിയെ എന്തിനാണ് ആദിത്യനാഥിന്റെ പോലീസ് തടയുന്നത്? എന്തിനാ UPയിലെ പോലീസ് ഞങ്ങളുടെ MP-മാരെ 3 ആളേ ഉള്ളൂ, ആ MP-മാരെ തടഞ്ഞു വെച്ചത്? ഞങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും റജി ലൂക്കോസ് നേരത്തെ ഈ പാർട്ടിയിലുണ്ട്, അറിയാമല്ലോ. ആ എണ്ണം ചെറിയ എണ്ണം മതി നിങ്ങളുടെ ഈ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ. അതുകൊണ്ടുള്ള നല്ല പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയും. ആ നിലയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇവിടെ റജി ലൂക്കോസ് പറയുന്നതിൻ്റെയും അല്ലെങ്കിൽ BJPയുടെയും പൊള്ളത്തരത്തിന്റെ പ്രശ്നം എന്താ? നേരത്തെ ശ്രീ ജിൻഡോ കൂടി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവർക്ക് ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഒരാത്മാർത്ഥതയും ഉണ്ടായിട്ടില്ല. ഇത് അങ്ങേയറ്റം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ഏറ്റവും അപകടകരമായ പ്രശ്നം എന്താ? സ്ത്രീ ശാക്തീകരണത്തെ അല്ല ഞങ്ങൾ എതിർത്തിട്ടുള്ളത്, മണ്ഡല പുനർനിർണയത്തിനുള്ള നിങ്ങളുടെ ഹിഡൻ അജണ്ടയാണ് എതിർത്തത്. മണ്ഡല പുനർനിർണയം വേണം, പക്ഷെ അതിന് നിങ്ങൾ കാണിക്കുന്ന ഹിഡൻ അജണ്ട ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. രാജ്യത്തിന്റെ മുഴുവൻ ഇന്ത്യ കൂട്ടായ്മയുണ്ടായപ്പോൾ BJP നേതാക്കൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപമായിരുന്നു ഈ സംസ്ഥാനങ്ങളിലൊക്കെ പരസ്പരം പോരടിക്കുന്ന, പരസ്പരം അധികാരത്തിന് വേണ്ടി മത്സര രംഗത്തുള്ള കക്ഷികളൊക്കെ BJPയെ നേരിടാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് വലിയൊരു ഇരട്ടത്താപ്പാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളും ആക്ഷേപവും BJP ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇതാദ്യമായി തികച്ചും വളരെ ശക്തമായ ഒരു ഏകോപനത്തിലൂടെ ഇന്ത്യ കൂട്ടായ്മയുടെ കരുത്ത് തെളിയിക്കപ്പെട്ട ഒരു സന്ദർഭമായി പാർലമെന്റിലെ ഇന്നലത്തെ നീക്കങ്ങൾ, ലോക്സഭയിലെ ഇന്നലത്തെ നീക്കങ്ങൾ മാറിയിട്ടില്ലേ? അങ്ങനെ ഒരു രാഷ്ട്രീയ പാഠം ഇന്നലത്തെ ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ? അതായത് സംസ്ഥാനങ്ങളിൽ എതിർദിശയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും, സംസ്ഥാനങ്ങളിൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് നിൽക്കുമ്പോൾ പോലും കേന്ദ്രത്തിൽ ഒന്നായി നിന്നുകൊണ്ട് ഒരു കോസിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമെന്നൊരു രാഷ്ട്രീയ പാഠം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ ശ്രീ VPP? ശ്രീ VPP, ശരി. ശ്രീ റജി ലൂക്കോസ്, സ്വാഭാവികമായും ഇന്ത്യ കൂട്ടായ്മയെ സംബന്ധിച്ച് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി ഇന്നലത്തെ സംഭവങ്ങൾ മാറിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാദ്യമായി 2014 അധികാരത്തിൽ വന്ന ശേഷം ഒരു ഭരണഘടനാ നിയമ ഭേദഗതി നടത്താനുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിഞ്ഞു എന്നതാണ്.
അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കൂട്ടായ്മയുടെ വിജയം എന്ന നിലയിലും അവരുടെ ഒരു രാഷ്ട്രീയ കരുത്ത് പ്രകടമാക്കിയ സന്ദർഭം എന്ന നിലയിലും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന അനുഭവമായി ഇന്നലത്തെ സംഭവങ്ങൾ മാറിയിട്ടില്ലേ? BJP എങ്ങനെ അതിനെ കാണും? അല്ല, അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മറുപടിയാണ്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണി എന്തുകൊണ്ടാണ് ബംഗാളിൽ ഭിന്നിച്ച് മത്സരിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഭിന്നിച്ച് മത്സരിക്കുന്നത്? കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖമായ കക്ഷികളായുള്ള CPM കോൺഗ്രസും തമ്മിൽ നടത്തുന്ന വാഗ്ധോരണികളും വാക്പ്രചാരണങ്ങളും വാസ്തവത്തിൽ ലജ്ജ തോന്നിപ്പിക്കുന്നില്ലേ? കേരളത്തിൽ അതിർത്തി കടന്നാൽ ഇവർ ഒന്നിച്ചല്ലേ? പിന്നെ എങ്ങനെയാണ് ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ചതിയൻ രാഷ്ട്രീയ സംഘടനയാണ്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നേരത്തെ മുസ്തഫ സാറോട് സൂചിപ്പിച്ചു, എന്താ പറഞ്ഞേ, ഇന്ത്യ മുന്നണി അതേ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഏതാണ്ട് 145 കോടി വരുന്ന ജനങ്ങൾ ഈ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും സ്ത്രീകളുടെ ശാക്തീകരണത്തിലുമാണ് വിശ്വസിക്കുന്നത്. ഒരു ഒറ്റ സെന്റൻസിലൂടെ അവസാനിപ്പിക്കാം. ഒരു 2 വർഷം മുമ്പ് ഹരിയാനയിലെ ഒരു റോത്തക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വനിതാ പരിപാടിയിൽ ഞാനൊരു ഗസ്റ്റായിട്ട് പങ്കെടുത്ത ഒരു മലയാളിയാണ് അത് കണ്ടക്ട് ചെയ്തത്. അതിന് നബാർഡ് ആയിട്ട് യോജിച്ചുകൊണ്ടാണ്. അവിടുത്തെ സ്ത്രീ ശാക്തീകരണം ഈ കേന്ദ്ര സർക്കാർ എങ്ങനെ നൽകണം എന്നുള്ളവരും കേരളത്തിലെ PPP മുസ്തഫ സാറിനെ പോലുള്ളവർ പോയി കാരണം എന്താണ്? ഞാൻ മംഗളം പത്രത്തിൽ എഴുതിയ കാരണം കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 120ഓളം പ്രോജക്റ്റുകൾ, യോജനകൾ ഒറ്റയെണ്ണം പോലും കേരളത്തെ കൊണ്ടുവരാതെ ഇവിടുത്തെ സ്ത്രീകളെ അടിച്ചമർത്തി നടത്തുന്നതിൽ നിങ്ങൾ വലിയ വിജയം നേടിയിട്ടുണ്ട്. നിങ്ങളതിൽ ഒന്നാമത്തെ കുറ്റവാളികളാണ്. എന്നാൽ ഉത്തരേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ, ഞാൻ സാക്ഷിയായോണ്ടാണ് പറയുന്നത്, ഉത്തരേന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ പല കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളും പ്രോജക്റ്റുകളും അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാരിന്റെ നബാർഡുമായിട്ട് യോജിച്ച് അവിടെ വലിയ രീതിയിൽ അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈപിടിയായും നിങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടും. അവരെ ഇപ്പോഴും അടിച്ചമർത്തി എന്നിട്ട് ഉപ്പിന് പീര് പോലെ സ്ത്രീ ശാക്തീകരണം പറയാന്നുള്ള നയം ഇനി നടക്കത്തില്ല. താങ്കൾ ക്ഷമിക്കണം. ഇപ്പോൾ K. സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അതിലൊന്ന് തത്സമയം പോയിട്ട് വരാം. അതിൽ അത്രയേറെ സംസാരിക്കാൻ നമുക്ക് തമ്മിലില്ല. വിഷയത്തിന്റെ കാതലായ എല്ലാ വശങ്ങളും അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. ആ കാതലായ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അത്രയേ ഉള്ളൂ, പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു. പിന്നെ മാത്രമല്ല, നമുക്ക് അതിന് വന്നിരിക്കുന്ന ഒരു പിന്നെ ജനങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ ആ വിഷയത്തിന്. ആ പ്രയോറിറ്റിയാണ് നമ്മുടെ സംസാരം ഉണ്ടായത്. മനസ്സിലായോ? സംസ്ഥാനത്തടക്കം നടക്കുന്നുണ്ട്. സുധാകരേട്ടൻ ഒരാളെ പിന്തുണച്ച് പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. ആ കാര്യം ഖാർഗെയോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്നു. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരണപരമായ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ്, മറ്റൊരു കാര്യത്തിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ല, ഞാൻ ആദ്യം പിന്നെ ഇയാളെ പറഞ്ഞല്ലോ, പിന്നെ രമേശ് ചെന്നിത്തലയെ പറഞ്ഞില്ലേ. രമേശ് ചെന്നിത്തലയെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ആയ നേതാവാണ്, പാരമ്പര്യമായി കുറേ കാലത്ത് പഴക്കേണ്ട ഒരാളാണ്. ആ തലത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യം ചടുലമായ പ്രവർത്തനമാണ്. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കരുത്ത്, പിന്നെ ടൈമിൽ ഡിസിഷൻ, അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് ആവശ്യം. കാരണം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി സീരിയസ് ആയി ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അതാണ് എൻ്റെ കാര്യം. അത് സത്യമാണ്, അവർ പറഞ്ഞ സത്യമാണ്. വെറും അനാവശ്യമാണ് ഈ ചർച്ച. ഒരു കാര്യത്തിലും ഇതിന് പ്രസക്തിയില്ല. ഞാനല്ലല്ലോ, ഞാനാ തുടങ്ങി വെച്ചിന്. അത് തിരക്കില്ല. അത്രയേ ഉള്ളൂ. എന്റെ ഒരു അഭിപ്രായം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ജീവിക്കുന്നു? ഫലം വരുന്നതിന് മുൻപാകുമ്പോഴാണ് പ്രശ്നം. ഫലം വന്നിട്ടില്ലല്ലോ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപായി അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നിങ്ങൾ മാധ്യമങ്ങളിലേ കൊണ്ടുവരും. ആ വാർത്ത കൊണ്ടുവരും. ഞാനാ കൊണ്ടുവരും. നിങ്ങളാ വാർത്ത കൊണ്ടുപോയി, ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഏടി മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ വാർത്ത നിങ്ങളാണ് ജനങ്ങളിലേക്ക് കൊടുത്തത്. നിങ്ങളല്ലേ പബ്ലിസിറ്റി കൊടുത്തത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന്റെ പേര് മാത്രം മതി. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എത്രയോ ആളുകളുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം MK രാഘവൻ പറഞ്ഞത് MP-മാർ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ സംസ്ഥാനത്ത് വെച്ച് ആവശ്യപ്പെട്ടു. പക്ഷെ ഹൈക്കമാൻഡിന്റെ മുന്നിൽ വന്നപ്പോൾ അതിനെ എതിർത്തു. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പ് നിലപാടാണോ ഈ സണ്ണി ജോസഫ് അടക്കം സ്വീകരിച്ചത്? അല്ല, അവർ പറഞ്ഞത് അതെല്ലാ ആളുകൾക്കും ഓരോ അഭിപ്രായമാണ്. അവർ പറഞ്ഞതിനകത്ത് വസ്തുതകളുണ്ട്. പിന്നെ ഇവരുടെ കാര്യത്തിലും വസ്തുതകളുണ്ട്.
സംസ്ഥാനത്ത് വെച്ച് നേതാക്കൾ സണ്ണി ഞാൻ പറഞ്ഞിരുന്നല്ലോ, അല്ല അങ്ങയോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും? അങ്ങോട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ, മാധ്യമങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പക്ഷെ അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല. അത്ര ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ തൃപ്തനാണോ? ഇന്നത്തെ വളരെ 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 സംതൃപ്തനാണ്. ഓടും. കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തന്റെ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്ന് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എൻകൗണ്ടറിൽ പരിശോധിച്ചത് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തുടർ നീക്കങ്ങളായിരുന്നു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി രാജ്യത്ത് അഭിസംബോധന ചെയ്യാൻ പോകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.